السلام عليكم ورحمة الله وبركاته. الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وأصحابه أجمعين. ما بعد. اتقوا الله عباد الله والعاقبة للمتقين. ഏറ്റവും പ്രിയപ്പെട്ട ദേശാസി സഹോദരങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതിൽ കാണാൻ സാധിക്കും, മാ മിൻ ഖൗമിൻ യഅമൽ ഫീഹിം ബിൽ മആസി ഹും അഅസ്സു മിൻഹും വഅംന ലാ യുഗയ്യിറൂൻ ഇല്ലാ അമ്മഹുമുല്ലാഹു ബിഇഖാബ്. ഒരു സമൂഹത്തിൽ തിന്മകൾ പ്രചരിക്കുകയും അങ്ങനെ അത് തടയാനുള്ള കഴിവും ശക്തിയും ഉണ്ടായിട്ടും അവ തടയാൻ സന്നദ്ധമാകാത്ത ഒരു ജനത ഉണ്ടാവുകയും ചെയ്താൽ അള്ളാഹുവിൻ്റെ ശിക്ഷ ബാധിക്കുന്നത് എല്ലാവർക്കും പൊതുവിലായിരിക്കും. അതിൽ നിന്നും അത് ചെയ്തിട്ടില്ല എന്ന പേരിൽ അവർ രക്ഷപ്പെടുകയില്ല. അത് തടയാത്തതിൻ്റെ പേരിൽ അവരും അതിൻ്റെ ഭാഗമായി മാറിയേക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഇവിടെ നമുക്ക് സാമൂഹിക പ്രതിബദ്ധതയുണ്ട്. തിന്മ വിരോധിക്കുവാനുള്ള, അതുപോലെ തന്നെ തിന്മ കണ്ടാൽ ആവും വിധം അതിനെ തടയുവാനും അത് നീക്കം ചെയ്യുവാനും എല്ലാമുള്ള ഒരു ധാർമ്മികമായ ഉത്തരവാദിത്വം മുഅ്മിനുകൾക്കുണ്ട് എന്നുള്ളതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. ഒരു ഉപമയിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കത് വിവരിച്ചു തരുന്നുമുണ്ട്. നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള ഒരു ഉപമയാണ്. കടലിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന 2 നിലയുള്ള ഒരു കപ്പൽ. ആ കപ്പലിൽ മുകളിലത്തെ തട്ടിൽ കുടിവെള്ളമുണ്ട്. താഴെ തട്ടിലുള്ള ആളുകൾ ഇടയ്ക്കിടെ ആ മുകളിലെ തട്ടിലേക്ക് പോകേണ്ടതിൻ്റെ അസൗകര്യം ഓർത്തുകൊണ്ട് താഴെ തട്ടിൽ നമുക്കൊരു തുളയിട്ടാൽ വെള്ളം നമുക്ക് ഇവിടെ ലഭിക്കുമല്ലോ എന്ന് ഒരാൾ നിർദ്ദേശിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ കുഴിക്കാൻ തുടങ്ങിയാൽ, അല്ലെങ്കിൽ ദ്വാരം ഇടാൻ തുടങ്ങിയാൽ എന്ത് സംഭവിക്കും? മുഴുവൻ പേരും മുങ്ങി നശിക്കും. ആ കപ്പലിലുള്ള ആരെങ്കിലും ഒരാൾ അവരുടെ കൈക്ക് പിടിച്ചാൽ, അരുതെന്ന് പറഞ്ഞ് അവരെ തടഞ്ഞാൽ, അതിൽ നിന്നും അവരെ പിന്തിരിപ്പിച്ചാൽ ആ കപ്പലിലുള്ള മുഴുവൻ ആളുകളും രക്ഷപ്പെടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു ഉപമയാണ്. ഒരു സമൂഹത്തിൽ തിന്മകൾ പ്രചരിക്കുന്നത് കണ്ടുകൊണ്ട് മിണ്ടാതിരിക്കാൻ സത്യവിശ്വാസികൾക്കാവില്ല. അവരുടെ സാമൂഹികമായ ഒരു ബാധ്യതയാണ്, ഉത്തരവാദിത്വമാണ് അതിനെതിരെ ശബ്ദിക്കുക, അതിനെതിരെ കഴിയും വിധത്തിൽ ഉള്ള പരിശ്രമങ്ങൾ നടത്തുക എന്നുള്ളത്. നമുക്ക് കാണാൻ സാധിക്കും, സബ്ത് ദിനത്തിൽ എന്താണ് സംഭവിച്ചത്? ആ സബ്ത് ദിനത്തിൽ ഉണ്ടായത്, അള്ളാഹു വിലക്കിയ കാര്യം ചെയ്യുന്ന ആളുകളെ അവരെ പിന്തിരിപ്പിക്കാൻ ഒരു വിഭാഗം ഉണ്ടായിരുന്നു, നിങ്ങൾ അത് ചെയ്യരുത് എന്ന്. എന്നാൽ മറ്റൊരു വിഭാഗം ആളുകൾ പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് അവരെ ഉപദേശിക്കാൻ പോകുന്നത്? അള്ളാഹു ഉദ്ദേശിച്ചാൽ അവരെ ശിക്ഷിക്കുകയോ അല്ലാതിരിക്കുകയോ ചെയ്യാം, നിങ്ങൾക്ക് എന്ത് കാര്യം എന്ന് മറ്റൊരു വിഭാഗവും ചോദിച്ചു. അപ്പോൾ ഇവിടെ ഈ തിന്മ ചെയ്ത ആളുകളും അത് ചെയ്യുന്നതിനെ വിലക്കുന്നത് എന്തിനാണ് എന്ന് ചോദിച്ച ആളുകളെയും അള്ളാഹു ശിക്ഷിച്ചു. മറ്റേ ചെയ്യരുത് അത് അള്ളാഹുവിൻ്റെ വിലക്കിയ കാര്യമാണ് എന്ന് പറഞ്ഞ ആളുകൾ രക്ഷപ്പെട്ടു. മറ്റുള്ളവരെ കുരങ്ങുകളും പന്നികളുമാക്കി അള്ളാഹു രൂപാന്തരം ചെയ്യുകയും ചെയ്തു എന്ന് നമുക്ക് ഖുർആനിലൂടെ കാണാൻ സാധിക്കും. അപ്പോൾ ഈ തിന്മ വിരോധനം അത് തുടങ്ങേണ്ടത് സ്വന്തത്തിൽ നിന്ന് തന്നെ, കുടുംബത്തിൽ നിന്ന് തന്നെയാണ്. പലപ്പോഴും സമൂഹത്തെ നന്നാക്കാൻ ശ്രമിച്ച് വീട്ടിലെ സ്ഥിതിഗതികൾ മോശമായിരുന്ന ഒരവസ്ഥ സംജാതകം ആകാറുണ്ട്. അത്തരത്തിലുള്ള അവസ്ഥയിൽ നമ്മൾ വിട്ടുപോകരുത്. സ്വന്തം വീട്ടിൽ നിന്ന് തന്നെ, കുടുംബത്തിൽ നിന്ന് തന്നെ ഹറാമായ കാര്യങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ നിരോധിക്കുക. മക്കൾക്കും അതുപോലെ ഭാര്യയും നമ്മളുമായി ബന്ധപ്പെടുന്ന ആളുകൾ അവർ അത് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കണ്ടില്ലെന്ന് നടിക്കാതെ അതിനെയും നമ്മൾ കഴിയും വിധം നമ്മളുടെ പരിധിക്കുള്ളിലുള്ള രീതിയിൽ നിന്നുകൊണ്ട് അതിനെ എതിർക്കൽ നമ്മളുടെ ബാധ്യത തന്നെയാണ്. കുല്ലക്കും റാഇൻ വകുല്ലക്കും മസ്ഊലൻ അൻ റഇയതിഹി. നിങ്ങൾ ഓരോരുത്തരും ഭരണകർത്താക്കളാണ്, ഓരോരുത്തരും ചോദ്യം ചെയ്യപ്പെടും അവരുടെ പരിധിയിലുള്ള ആളുകളെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നതായി കാണാം. ഈ രീതിയിൽ തന്നെ കഴിവതും അറിഞ്ഞ കാര്യങ്ങൾ അനുസരിച്ച് ജീവിതം പരിവർത്തിപ്പിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. ഈ തിന്മ വിരോധിക്കാതിരുന്നാൽ നമ്മളുടെ ദുആഇന് പോലും ഉത്തരം ലഭിക്കില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു വചനവും നമുക്ക് കാണാൻ സാധിക്കും. അത്രയും ഗൗരവകരമായ തിന്മ നടമാടുന്നത് കണ്ടിട്ടും അതിനെതിരെ ശബ്ദിക്കാത്ത ആളുകൾക്ക് ശക്തമായൊരു താക്കീത് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്നതായി കാണാം.
ഈ രീതിയിൽ തന്നെ കാര്യങ്ങളുടെ ഗൗരവം മനസ്സിലാക്കി വ്യക്തമായും അതിനെ പഠിച്ച് മനസ്സിലാക്കി ജീവിതത്തിലേക്ക് പകർത്തുവാൻ നമ്മൾ പരിശ്രമിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക. ഇൻഷാ അല്ലാഹ് ഇന്ന് അസ്ർ നമസ്കാരത്തിന് ശേഷം റമളാൻ പ്രഭാഷണവും നോമ്പ് തുറയും സംഘടിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് പ്രഭാഷകനായെത്തുന്നത് അൻസാരി ഇസ്ലാഹിയാണ്. റമളാൻ നാം നേടിയതും നേടേണ്ടതും എന്ന വിഷയത്തെ അധികരിച്ച് ഇൻഷാ അല്ലാഹ് അദ്ദേഹം സംസാരിക്കും. എല്ലാവരും കുടുംബസമേതം തന്നെ അതിൽ പങ്കെടുക്കാൻ ശ്രദ്ധിക്കുക. അസ്സലാമു അലൈക്കും.